ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒളിമ്പിക്സ് പോലെയുള്ള വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ചില അത്ലറ്റുകൾക്കുണ്ടാകുന്ന ഇമോഷണൽ ക്രാഷസ് ആണ് പോസ്റ്റ് ഒളിമ്പിക് ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഒളിമ്പിക് ബ്ലൂസ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഇമോഷണൽ ക്രാഷസിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ലോൺലിനെസ്, എംപ്റ്റിനെസ്, ലോ സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് വർത്ത് തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ നേടിയെടുക്കുന്ന ചിലർക്കും പരാജയപ്പെടുന്ന ചിലർക്കും ഇത്തരം POD ഉണ്ടാകാറുണ്ട്. വലിയ മത്സരങ്ങളിൽ പങ്കെടുത്ത് പരാജയപ്പെടുന്നവർക്ക് ഇത്തരം ഇമോഷണൽ ക്രാഷസ് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഒളിമ്പിക്സ് അടക്കമുള്ള വലിയ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽസ് നേടിയെടുത്ത പലർക്കും മത്സരാരവങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള പോസ്റ്റ് ഒളിമ്പിക് ഡിപ്രഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഒളിമ്പിക്സിൽ പലതവണയായി 28 ഗോൾഡ് മെഡൽസ് നേടിയെടുത്ത പ്രശസ്ത അമേരിക്കൻ സ്വിമ്മർ മൈക്കൽ ഫെൽപ്സ് അടക്കം നിരവധി ജേതാക്കൾ തങ്ങളുടെ വിജയങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള PODക്ക് ഇരയാവുകയും മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒളിമ്പിക്സ് അടക്കമുള്ള വിവിധ മത്സരവേദികളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നതിനും മെഡലുകൾ നേടിയെടുക്കുന്നതിനും വേണ്ടി മത്സരാർത്ഥികൾ വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളും പരിശീലനങ്ങളുമാണ് നടത്താറുള്ളത്. അവ അവരുടെ മനസ്സിനെയും ശരീരത്തെയും പല രീതികളിൽ സ്വാധീനിക്കും. 4-5 വർഷക്കാലത്തെ ശാരീരിക മാനസിക തയ്യാറെടുപ്പുകൾക്കും ചിട്ടയാർന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കഠിന പരിശീലനങ്ങൾക്കും ശേഷം അവർ മത്സരങ്ങൾക്ക് ഇറങ്ങുന്നു. ജേതാക്കളാകുന്നവർക്ക് വലിയ രീതിയിലുള്ള ആദരവുകളും ബഹുമതികളും സമ്മാനങ്ങളും മീഡിയ അറ്റൻഷനും സ്വീകരണങ്ങളുമൊക്കെ ലഭിക്കുന്നു. ഇവയൊക്കെ അവരുടെ ശരീരത്തിൽ നല്ല രീതിയിൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അവരുടെ സൂപ്പർ ഹീറോ പദവി കുറഞ്ഞു വരും. പബ്ലിക്സ്, മീഡിയാസ് ഒന്നും പൊതുവെ അവരെ പിന്നീട് ശ്രദ്ധിക്കാറില്ല. അവരെല്ലാവരും പുതിയ പുതിയ ന്യൂസ്, പുതിയ കാര്യങ്ങൾക്ക് പിന്നാലെ ആയിരിക്കും. ഈ അത്ലറ്റുകളിൽ പലർക്കാകട്ടെ പുതിയതായി ഒന്നും ചെയ്യുവാനില്ലാത്ത അവസ്ഥ, ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാനില്ല എന്നുള്ള ചിന്തയുമൊക്കെ അവരെ ഇമോഷണലി ഡൾ ആക്കി തീർക്കും. ഇത്തരത്തിലുള്ള ഓർഡിനറി ലൈഫിൽ അവരിൽ പലർക്കും ശൂന്യതാബോധം, വിരസത, ഏകാന്തത തുടങ്ങിയവയൊക്കെ അനുഭവപ്പെടാം. മറ്റു ചിലരാകട്ടെ ഡിപ്രഷനിലേക്ക് പോകാം. അവരിൽ പലരും മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുവാൻ നിർബന്ധിതരായിത്തീരുകയും ചെയ്യുന്നു. ഇത്തരം സിറ്റുവേഷൻസ് ഓവർകം ചെയ്യുന്നതിനായി മനഃശാസ്ത്രജ്ഞർ അവർക്ക് പലതരം പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട്. ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുള്ളവർക്ക് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാനുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള വലിയ ഗോൾസ് സെറ്റ് ചെയ്ത് പരിശീലനങ്ങളിലും മറ്റും മുഴുകി ബിസി ആയിരിക്കുവാൻ അവർ നിർദ്ദേശിക്കാറുണ്ട്. ഇനി മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയില്ലാത്തവർ തങ്ങളെ വെറും ഒരു സ്പോർട്സുകാരൻ മാത്രമായി കാണാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോബി അല്ലെങ്കിൽ തങ്ങളുടെ മറ്റെന്തെങ്കിലും സ്കിൽസ് കണ്ടെത്തി അവയിൽ സമയബന്ധിതമായി വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്ത് അവ നേടിയെടുക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാനും നിർദ്ദേശം നൽകാറുണ്ട്. നാം ഒക്കെ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരായതുകൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തത്. ഈ പോസ്റ്റ് ഒളിമ്പിക് ഡിപ്രഷൻ ഉള്ളവർക്ക് അവയെ മറികടക്കുന്നതിനും ജീവിതം സന്തോഷപ്രദവും എന്തൂസിയാസം നിറഞ്ഞതും ആക്കി തീർക്കുവാൻ പുതിയ വലിയ ജീവിത ലക്ഷ്യങ്ങൾ, ഗോളുകൾ അവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും വിരസമായി അനുഭവപ്പെടാതിരിക്കുവാൻ നല്ല എന്തൂസിയാസത്തോടെ, നല്ല എനർജിയോടെ മുമ്പോട്ട് പോകുവാൻ, കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ, കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ നമുക്കും വലിയ നല്ല ചാലഞ്ചിങ് ആയ, നമ്മെ ആവേശഭരിതരാക്കുന്ന വലിയ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. അവ ഓരോന്നായി നേടിയെടുക്കാം. നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദവും ആഹ്ലാദകരവും കൂടുതൽ വിജയകരവുമാക്കി തീർക്കാം. ജീവിതത്തിൽ നല്ല ഗൈഡൻസ് ലഭിക്കുന്നതിന്, നല്ല മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന്, നല്ല അറിവുകൾ ലഭിക്കുന്നതിന് എല്ലാവരെയും ഞാൻ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവിധ നേട്ടങ്ങളും ഐശ്വര്യവും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്, നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.